ജെറമിയ അധ്യായം 23. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങളവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശബ്ദം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. പ്രവാചകന്മാരെക്കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു, അസ്ഥികൾ ഇളകുന്നു. വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. ശാപം നിമിത്തം നാട് വിലപിക്കുന്നു. മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു. അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും. അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സമറിയയിലെ പ്രവാചകന്മാരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു. ജെറൂസലമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായൊരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറൂസലമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നദ്ധിയിൽ നിന്നിട്ടുള്ളത്? അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതാ, കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ തലയിൽ അതാഞ്ഞടിക്കും. കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല, എന്നിട്ടും അവർ ഓടി നടന്നു.
ഞാൻ അവരോട് സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു. എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും? തങ്ങളുടെ പിതാക്കന്മാർ ബാല്യനെ പ്രതി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് തമ്മിൽ എന്തു പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാൻ അവരെ അയച്ചില്ല, അധികാരപ്പെടുത്തിയുമില്ല. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്താണ് ഫലമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം. ഞാൻ നിങ്ങളെ വലിച്ചെറിയും. കർത്താവിൻ്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ്, കർത്താവ് നൽകുന്ന ഉത്തരമെന്ത്? കർത്താവ് അരുളി ചെയ്തത് എന്ത്? കർത്താവിൻ്റെ ഭാരം എന്ന് നിങ്ങൾ ഇനിയൊരിക്കലും പറയരുത്. ഓരോരുത്തനും അവനവൻ്റെ വാക്ക് തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി? കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭാരം എന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങളത് തന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും. ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും. Chapter 23. Woe to the shepherds who mislead and scatter the flock of my pasture, says the Lord. Therefore, thus says the Lord, the God of Israel, against the shepherds who shepherd my people. You have scattered my sheep and driven them away. You have not cared for them, but I will take care to punish your evil deeds. I myself will gather the remnant of my flock from all the lands to which I have driven them, and bring them back to their meadow. There they shall increase and multiply. I will appoint shepherds for them who will shepherd them, so that they need no longer fear and tremble, and none shall be missing, says the Lord. Behold, the days are coming, says the Lord, when I will raise up a righteous shoot to David. As king he shall reign and govern wisely. He shall do what is just and right in the land. In his days Judah shall be saved. Israel shall dwell in security. This is the name they give him,
the Lord our justice. Therefore the days will come, says the Lord, when they shall no longer say, As the Lord lives, who brought the Israelites out of the land of Egypt, but rather, As the Lord lives, who brought the descendants of the house of Israel up from the land of the north, and from all the lands to which I banished them they shall again live on their own land. Concerning the prophets, my heart within me is broken, my bones all tremble. I am like a man who is drunk, overcome by wine, because of the Lord, because of his holy words. With adulterers the land is filled, on their account the land mourns, the pasture ranges are seared. Theirs is an evil course, theirs is unjust power. Both prophet and priest are godless. In my very house I find their wickedness, says the Lord. Hence their way shall become for them slippery ground. In the darkness they shall lose their footing and fall headlong. Evil I will bring upon them, the year of their punishment, says the Lord. Among Samaria's prophets I saw unseemly deeds. They prophesied by Baal and led my people Israel astray. But among Jerusalem's prophets I saw deeds still more shocking, adultery, living in lies, siding with the wicked, so that no one turns from evil. To me they are all like Sodom, its citizens like Gomorrah. Therefore thus says the Lord of hosts against the prophets, Behold, I will give them wormwood to eat and poison to drink. For from Jerusalem's prophets ungodliness has gone forth into the whole land. Thus says the Lord of hosts, Listen not to the words of your prophets, who fill you with emptiness. Visions of their own fancy they speak, not from the mouth of the Lord. They say to those who despise the word of the Lord, Peace shall be yours, and to every one who walks in hardness of heart, no evil shall overtake you. Now, who has stood in the counsel of the Lord to see him and to hear his word? Who has heeded his word so as to announce it? See the storm of the Lord, his wrath breaks forth in a whirling storm that bursts upon the heads of the wicked. The anger of the Lord shall not abate until he has done and fulfilled what he has determined in his heart. When the time comes, you shall fully understand. I did not send these prophets, yet they ran. I did not speak to them, yet they prophesied. Had they stood in my counsel, and did they but proclaim to my people my words, they would have brought them back from evil ways and from their wicked deeds. Am I a God near at hand only, says the Lord, and not a God far off? Can a man hide in secret without my seeing him, says the Lord? Do I not fill both heaven and earth, says the Lord? I have heard the prophets who prophesy lies in my name say, I had a dream. I had a dream. How long will this continue? Is my name in the hearts of the prophets who prophesy lies and their own deceitful fancies? By their dreams which they recount to each other, they think to make my people forget my name, just as their fathers forgot my name for Baal. Let the prophet who has a dream recount his dream. Let him who has my word speak my word truthfully. What has straw to do with the wheat? Says the Lord. Is not my word like fire, says the Lord, like a hammer shattering rocks? Therefore I am against the prophets, says the Lord, who steal my words from each other. Yes, I am against the prophets, says the Lord, who borrow speeches to pronounce oracles. Yes, I am against the prophets who prophesy lying dreams, says the Lord, and who lead my people astray by recounting their lies and by their empty boasting. From me they have no mission or command, and they do this people no good at all, says the Lord. And when this people, or a prophet, or a priest asks you, What is the burden of the Lord? You shall answer, You are the burden, and I cast you off, says the Lord. If a prophet or a priest or anyone else mentions the burden of the Lord, I will punish that man and his house. Thus you shall ask, when speaking to one another, What answer did the Lord give? Or what did the Lord say? But the burden of the Lord you shall mention no more. For each man his own word becomes the burden, so that you pervert the words of the living God, the Lord of hosts, our God. Thus shall you ask the prophet, What answer did the Lord give? Or what did the Lord say?
But if you ask about the burden of the Lord, then thus says the Lord, because you use this phrase, the burden of the Lord, though I forbade you to use it, therefore I will lift you on high and cast you from my presence, you and the city which I gave to you and your fathers. And I will bring upon you eternal reproach, eternal, unforgettable shame.